SIR-നെ കുറിച്ചുള്ള അതിപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ മീഡിയ വണ്ണിലൂടെ രത്തൻ ഖേൽക്കർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഏത് സമയവും നിങ്ങളെ തേടി BLO-മാരെത്താം. ഇനിയൊരു പ്രഖ്യാപനത്തിന് സാധ്യതയുള്ളതുകൊണ്ട് ഒരുങ്ങി നിൽക്കാൻ പറയുന്നു രത്തൻ ഖേൽക്കർ ജനങ്ങളോട്. SIR-ന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അട്ടപ്പാടി ഉന്നതിയിൽ രത്തൻ ഖേൽക്കർ തന്നെ നേരിട്ടെത്തുന്നു. അതായത് 2002-ലെ വോട്ടർ പട്ടിക അനുസരിച്ചുള്ള പരിഷ്കരണ പരിപാടികളിലേക്കാണ്, പദ്ധതികളിലേക്കാണ് കടക്കുന്നത്. അതനുസരിച്ചുള്ള രേഖകൾ ഈ ഉന്നതിയിൽ ആളുകൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ അവർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായുള്ള നടപടികൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് അനിൽകുമാർ, CPM നേതാവ്, ടെലിഫോൺ ലൈനിൽ. അനിൽകുമാർ, 20-ാം തീയതി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ആവലാതികളും ആശങ്കകളും സംശയങ്ങളും ഒക്കെ അറിയിക്കാം. അതൊക്കെ ദൂരീകരിച്ചതിന് ശേഷം, രാഷ്ട്രീയ പാർട്ടികളെ കൂടി വിശ്വാസത്തിലെടുത്തതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ നടപടികളിലേക്ക് കടക്കുക എന്നായിരുന്നു രത്തൻ ഖേൽക്കർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മീഡിയ വണ്ണുമായി നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഒരുങ്ങി നിന്നോളൂ, ഏത് സമയവും BLO-മാർ നിങ്ങളെ തേടിയെത്തും എന്ന്. അങ്ങനെയെങ്കിൽ ഇതിന്റെ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നു. എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി CPM ഇതിനെ കാണുന്നത്? നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ ഒരു ഫാഷിസ്റ്റ് സർക്കാരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് നവഫാസിസത്തിന്റെ ഭാവങ്ങൾ പകരുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. അതിലെ നീതിന്യായ സംവിധാനത്തെ തങ്ങളുടെ ചവിട്ടടിയിലാക്കാൻ പല വഴികൾ BJP നേടിക്കൊണ്ടിരിക്കുന്നു. BJP-യില് വളരെ നേരിട്ട് പ്രവർത്തിക്കുന്ന പലരും ജഡ്ജിമാരായിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ചട്ടുകമായിരിക്കാം. ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ട ഒരു സർക്കാർ, ആ സർക്കാർ ഇപ്പൊ തീരുമാനിക്കുന്നത് എന്താണ്? ഞങ്ങളെ ആരാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് സർക്കാർ തീരുമാനിക്കും. അതനുസരിച്ച് ഒരു സർക്കാരിനെ ആരൊക്കെ ചേർന്ന് തെരഞ്ഞെടുക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ആളുകളെല്ലാം വോട്ടർമാരാക്കുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ നിന്ന് പരമാവധി വരെ പുറന്തള്ളുക, വളരെ വഴിയിലൂടെ പൗരത്വ ഭേദഗതിയും നടപ്പാക്കുക, അനീതി നിറഞ്ഞ ആസാം മാതൃക ഇന്ത്യ മുഴുവൻ നടപ്പാക്കുക, അതിന്റെ ഭാഗമായി വിഭജനം ഉണ്ടാക്കുക, ഇതാണ് BJP ലക്ഷ്യമിടുന്നത്. ഇവിടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലം കാണേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു കൂട്ടുമ്പോൾ എന്തിനാണ് 2002-ലെ വോട്ടർ പട്ടിക കണക്കാക്കുന്നത്? ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഏറ്റവും അവസാനം നടന്നൊരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർ പട്ടിക ഉണ്ടല്ലോ. ആ പട്ടിക പുതുക്കിയ പോലെ, ആ പട്ടികയിലുള്ള ആളുകൾ പുതുക്കിയ പോലെ, അതിന് പകരം എന്തിനും 2002-ലേക്ക് പോകണം? അപ്പൊ വളരെ ബോധപൂർവം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 23 കൊല്ലത്തിനിടയ്ക്ക് ജീവിതം ആരംഭിച്ച മനുഷ്യരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമാണ്. ആ കുതന്ത്രം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് BJP ലക്ഷ്യമിടുന്ന ഈ പദ്ധതി കേരളത്തിൽ അതിന്റെ എല്ലാ തന്ത്രങ്ങളും അവസാനിപ്പിക്കാനൊക്കെ വേണം. കേരള സർക്കാർ ഇവിടെ ആരെയാണോ ഒഴിവാക്കാൻ BJP ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ ചേർന്ന് നിന്ന് ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുക തന്നെ ചെയ്യുമെന്നാണ് CPM നിലപാട്. അനിൽകുമാർ, ഇതിന്റെ ഉത്തരവ് നിലവിൽ വന്നോ എന്ന് ഞങ്ങളുടെ പ്രതിനിധി സാജിദ് അജ്മലത്തോട് ചോദിക്കുന്നുണ്ട്. അത് അദ്ദേഹം സമ്മതിക്കുന്നു. എന്ന് വെച്ചാൽ അതിന് ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നു. അപ്പോൾ പേരിനൊരു മീറ്റിംഗ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പ്രതിനിധികളുടെ ഒരു യോഗം 20-ാം തീയതി വിളിച്ചു ചേർക്കും. എങ്കിൽ കൂടിയും ആ യോഗത്തിൽ വെച്ച് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏത് തരത്തിലുള്ള ഒരു നിലപാടെടുക്കേണ്ടി വരും എന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളെ മാനിക്കാത്ത ഒരു ഗവൺമെന്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ മാനിക്കുന്നില്ല, ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയെ മാനിക്കുന്നില്ല, സുപ്രീം കോടതിയിൽ ഒളിച്ചുകളി നടത്തുന്നു. ഇത് വളരെ ബോധപൂർവമാണ്. ഈ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ ഉണ്ടായത്? യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി അട്ടിമറിച്ചില്ലേ? ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസിന് പങ്കുണ്ടാവണം എന്ന കോടതി വിധിയെ വളരെ ബലം പ്രയോഗിച്ച് അട്ടിമറിച്ചിട്ടാണ് ഒരു ഇലക്ഷൻ കമ്മീഷനെ തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് പക്ഷപാതപരമായ കമ്മീഷനാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ചിത്തൂരങ്ങൾ നടപ്പാക്കലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് നീതി കൊടുക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇത്. അവിടെ ഇലക്ഷൻ കമ്മീഷനോട് നീതിയും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിടാൻ തക്കവണ്ണമുള്ള ഗ്രൗണ്ട് ലെവൽ പ്രതിരോധങ്ങൾ ഉയർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. കേരളത്തിൽ സാധ്യമാണ്, പക്ഷെ എത്രത്തോളം ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും സാധ്യമാണെന്നൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് വളരെ ശക്തമായ കരുതലോടുകൂടി ഈ അജണ്ടയെ പൊളിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിക്കണമെന്നാണ് എന്റെ അഭിപ്രായം.